ചേട്ടാ ഒരു പാമ്പ്. എവിടെ എവിടെ പാമ്പ്? എവിടെ? പാമ്പൊന്നും ഇല്ല. എന്തായാലും ചേട്ടന് നല്ല ധൈര്യം ഉണ്ടെന്ന് മനസ്സിലായി. അല്ല, കുറെ നേരമല്ലോ നടക്കുന്നു. വല്ലതും നടക്കുമോടെ? അങ്ങോട്ട് നടക്കാനാവും, ഇങ്ങോട്ട് ചേട്ടന് നടക്കാനാവുമോന്ന് അറിയില്ല. താനെന്തൊക്കെയായി പറയുന്നേ? എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ. എനിക്കും തോന്നി എന്തോ ഒരു ചീഞ്ഞ മണം. ചേട്ടനിപ്പൊ കുളിക്കാറില്ലേ? ഓ, അതല്ല. സമയമാം രഥത്തിൽ ഒരാൾ സ്വർഗയാത്ര ചെയ്യുമ്പോൾ. ആഹാ, വളിച്ച പാട്ട്. താൻ ആള് കൊള്ളാലോ. അതെ അതെ, അതിപ്പോ ശരിക്കും ചേട്ടന് മനസ്സിലാവും. ഇവിടേക്കാണോ എന്നെ സഹായിക്കുന്നവൻ വരുന്നത്? അതെ, ചേട്ടൻ കണ്ണു പൂട്ടിക്കോ. ഞങ്ങൾ പറയുമ്പം തുറന്നാൽ മതി, സഹായി തൊട്ട് മുൻപിലുണ്ടാകും. ആ, ശരി ശരി. ഇതാ കണ്ണു പൂട്ടി. റെഡി, 1 2 3. ഇനി കണ്ണു തുറന്നോ. അയ്യോ, ചിലമ്പനാന. അയാളാണോ എന്നെ സഹായിക്കുന്നത്? അനങ്ങിയാൽ കൊല്ലും ഞാൻ. ദാ വന്നു, ദേ പോയി. അയ്യോ, അയ്യയ്യയ്യേ, നാറ്റിച്ചു പേടിത്തൊണ്ടൻ. ഡേയ്, നിന്നോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ സഹജീവികളെ ഉപദ്രവിക്കരുതെന്ന്? അയ്യോ, ഞാൻ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ. ഇവിടെ ചുമ്മാ കാറ്റുകൊള്ളാൻ വന്നതല്ലേ. അതെ അതെ, നീയൊക്കെ കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമല്ലേ വാ തുറക്കുന്നത്? അങ്ങനെ പറയരുത്. ആ വീടുമ്പോഴും ഞാൻ വാ തുറക്കാറുണ്ടല്ലോ. ഇവന്റെ ഈ ചളി തമാശ കേട്ട് മനസ്സലിയല്ലേ ആനച്ചേട്ടാ. ഇവന് എന്നെ കൊന്നു തിന്നണമെന്ന ഒറ്റ ചിന്ത മാത്രമേയുള്ളൂ. ഇവനെ വേണ്ട രീതിയിലൊന്ന് കൈകാര്യം ചെയ്തേക്കണം. അല്ലെങ്കിൽ എനിക്ക് ഈ കാട്ടിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഓ, ഇവനിവിടെ ഉണ്ടായിരുന്നോ? എന്താ ഒരു ചിന്ത? ചേട്ടാ, കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്നാണല്ലോ. ഒരു സിംഹം മാനിനെ കൊന്നു തിന്നുന്നത് അവന്റെ വിശപ്പ് മാറ്റാനല്ലേ? അതൊരു സ്വാഭാവികമായ കാര്യമല്ലേ? അതൊക്കെ നീ മറ്റു കാടുകളിൽ പോയി പറഞ്ഞാൽ മതി. നല്ലവരായ സഹജീവികളെ കൊന്ന് നീ അങ്ങനെ വിശപ്പ് മാറ്റണ്ട. എന്താ ഇവിടെ ഒരു ചർച്ച? വല്ല ബുദ്ധിപരമായ ചർച്ചയുമാണെങ്കിൽ ഞാനും പങ്കെടുക്കാൻ കേട്ടോ. ഓ, ഇനി നിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അയ്യയ്യേ, ഓ, ഈ ഉടങ്കൊല്ലി സിംഹം നിന്ന നിൽപ്പിൽ കാര്യം സാധിച്ചോ? പേന്റൊക്കെ നനഞ്ഞല്ലോ. ഛേ, ലജ്ജാവഹം. ബൈ ദ ബൈ, എന്താ പ്രശ്നം? ആനച്ചേട്ടാ, ഇവനെ അറിയാലോ, ഈ കാട്ടിലെ ഏറ്റവും വലിയ ഉടായിപ്പനാണ്.